കനത്ത മഴയെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ ഇതുവരെ 326 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മൊഗ്രാൽ, തേജസ്വിനി, ഉപ്പള പുഴകൾ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മഞ്ചേശ്വരം താലൂക്കിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട്. പുലർച്ചെയോടെ വീടുകളിൽ വെള്ളം കയറി. പാവൂർ, ഗറുകട്ടെ, മച്ചമ്പാടി, പെസോട്ട് പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മജ്പയിൽ കാറും ബൈക്കും ഒലിച്ചുപോയി. ഹൊസങ്കടിയിൽ മദ്രസയിലും വനിതാ കോളേജിലും വെള്ളം കയറി. പ്രദേശത്ത് 50ഓളം വീടുകളും വെള്ളത്തിനടിയിലായി. നാട്ടുകാരും അഗ്നിരക്ഷാസേനയും പോലീസും സംയുക്തമായി രക്ഷാപ്രവർത്തനം. നമ്മുടെ ലൈഫ് ടൈമിൽ തന്നെ ഇതുപോലത്തെ ഒരു ഫ്ലഡിങ് ഞങ്ങൾ കണ്ടിട്ടില്ല. റോഡിൻ്റെ പ്രശ്നമാണോ എന്ന് പ്രശ്നം അറിയുന്നില്ല. മഞ്ചേശ്വരം നാട് മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വെള്ളം ഇവിടെ നമ്മളെ അറിവിൽ വരുന്നത്. മുന്നേ ആളുകളെ ചോദിച്ചപ്പോൾ പറയുന്നത് ഇതുവരെ ഇങ്ങനത്തെ ഒരു വെള്ളം ഇവിടെ എവിടെ ഉണ്ടായിട്ടില്ലാന്ന്. ഇത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത്. മംഗലായിട്ട് 8 കൊല്ലമായി ഇവിടെ വന്നിട്ട്. ഇങ്ങനെ റോഡിൻ്റെ പണിയായ പിന്നാണ് ഇങ്ങനെ ഒന്നൊന്ന് വെള്ളം വന്ന് സ്റ്റാർട്ടായത്. മധുവാഹിനിപ്പുഴ കരകവിഞ്ഞതോടെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. അംഗടിമുഖറിൽ സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞു. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. മൊഗ്രാലിലും ഉപ്പളയിലും വീടുകളിൽ വെള്ളം കയറി. പുല്ലൂരിൽ വ്യാപക കൃഷിനാശം. ചട്ടഞ്ചാലിൽ ദേശീയപാത 66 റോഡിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിൽ ചന്ദ്രഗിരി പാലത്തിന് സമീപം മണ്ണിടിഞ്ഞു. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. എരിക്കുളം പുതിയകണ്ടം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പൂച്ചക്കാട് കുളത്തിങ്കൽ ഗോപി, കണ്ടത്തിൽ സാവിത്രി എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി. അങ്കടിമുഖർ പെർമുദെ മലയോര ഹൈവേയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതോടെ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. ചീമേനി മുണ്ടയിൽ ചന്ദ്രമതിയുടെ വീട് കനത്ത മഴയിൽ തകർന്നു. തേജസ്വിനിപ്പുഴ കരകവിഞ്ഞതോടെ കീഴ്മാല, കിനാവൂർ, നാഗച്ചേരി, മാട്ടുമ്മൽ എന്നിവിടങ്ങളിൽ വെള്ളം കയറി. 24 കാസർഗോഡ്.